അങ്ങനെ നമ്മുടെ പ്രകൃതി വാവയുടെ ബർത്ത്ഡേ ദിവസമായിരിക്കുകയാണ്. ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കാണ് നമ്മളങ്ങനെ എല്ലാം അലങ്കരിക്കാനൊക്കെ തുടങ്ങി. നമ്മളധികം ആൾക്കാരെയൊന്നും വിളിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ വലിയ ആഘോഷമായിട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പം ഉച്ച സമയം നമ്മളൊരു 6:30 കേക്ക് കട്ടിങ് പ്ലാൻ ചെയ്തിരുന്നു. കാരണം അവൾ ജനിച്ച സമയത്ത് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അനിയന്മാരും അനിയത്തിമാരും എല്ലാവരും കൂടി നിന്ന് ബലൂണും ഒക്കെ വേർപ്പിച്ച് എല്ലാം അവിടെ റെഡി ആക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ മുറ്റത്ത് പോയി നിന്ന് കറി ഉണ്ടാക്കുക കേട്ടോ. ഏട്ടൻ ഇപ്രാവശ്യം എനിക്ക് തന്നു ഫുഡിൻ്റെ പണി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫുഡ് പുറത്ത് കൊടുത്തിട്ട് കറിയൊന്നും വലിയ മെനയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു വലുതായിട്ട് ആൾക്കാർ വരുന്നുമില്ലല്ലോ, ഞാൻ തന്നെ ഉണ്ടാക്കി. അതുകൊണ്ട് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ ഒട്ടിച്ചേക്ക് ഞാൻ വന്ന് നോക്കി കേട്ടോ. വാവേനെ കുളിപ്പിച്ചിട്ട് ഞാൻ വന്ന് അതൊക്കെ ഒന്ന് നോക്കി. നമ്മുടെ കേക്ക് ഇതായിരുന്നു കേട്ടോ. ഞാൻ ഒത്തിരി മോഡലുകൾ നോക്കിയിട്ടാണ് ഞാൻ ഈ ഒരു കേക്ക് സെലക്ട് ചെയ്തത്. പക്ഷെ അത് ഭയങ്കര ഒരു വിഷമമുള്ളൊരു സംഭവമായിപ്പോയി. കാരണം ആ കേക്ക് കൊണ്ടുവന്ന് വീട്ടിലോട്ട് വെച്ച പാടെ തറയിൽ അങ്ങനെ അങ്ങ് വീണത് ഫുള്ള് പൊട്ടിപ്പോയി. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത് ഫുള്ള് പോയി. അപ്പം പിന്നെ അതിന് ശേഷം പിന്നെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അതുകൊണ്ട് എനിക്ക് വലുതായിട്ട് അങ്ങനെ റെഡി ആവാൻ അങ്ങനെ പ്ലാനിങ് എല്ലാം പോയി എന്നുള്ളൊരിതിൽ പിന്നെ എല്ലാവരെയും നമ്മൾ വിളിച്ച് ആയതുകൊണ്ട് അവരൊക്കെ വരുന്നതല്ലേ എന്നുള്ള രീതിയിൽ കണ്ടിന്യൂ ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ അനിയൻ വിവാഹം കഴിക്കാൻ വന്ന പെൺകുട്ടിയുടെ ചേട്ടനും അച്ഛനുമാണ് കേട്ടോ. അവരാണത്. നമ്മൾ അവരെ വിളിച്ചിരുന്നു. നമ്മളങ്ങനെ വിളിക്കണമല്ലോ. ഡിസംബറിൽ അവൻ്റെ കല്യാണം. അപ്പോൾ പിന്നെ നമ്മൾ അവരെയും വിളിച്ചിരുന്ന് ബർത്ത്ഡേ. നമ്മളല്ലാണ്ട് വേറെ അങ്ങനെ ആരെയൊന്നും വിളിച്ചിട്ടില്ല. അവളെയും വിളിച്ചതാണ്, പക്ഷേ അവൾക്ക് വരാൻ പറ്റിയില്ല. അച്ഛനും ചേട്ടനും കൂടി വരുന്നതുകൊണ്ട് പിന്നെ അവൾ വന്നില്ല. അപ്പം അവർ രണ്ടുപേരും വന്നു. അവർ വരുമെന്ന് പോലും നമ്മൾ പ്രതീക്ഷിച്ചല്ല കേട്ടോ. പാവം അവർ വന്നു. പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാനൊക്കെ പോവാണ്. കേക്ക് നമ്മൾ വാവയുടെ 6:30 കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് 6:45 കാരണം കറക്റ്റ് 6:30 ആയപ്പം കറണ്ടും പോയി. പിന്നെ നമ്മളൊരു 6:45 ആയപ്പോഴത്തേക്ക് കേക്ക് കട്ട് ചെയ്യാൻ നിന്ന കുഞ്ഞു വാവയ്ക്ക് ഒട്ടും മൂടില്ലായിരുന്നു. അവൾക്ക് എന്തോ ഇന്നൊരു മൂഡ് ഓഫ് ആയിരുന്നു. എനിക്കാണെങ്കിൽ ആ കേക്ക് പോയതിൻ്റെ വിഷമം എൻ്റെ മുഖത്തുമുണ്ട്, ഏട്ടൻ്റെ മുഖത്തുമുണ്ട്. ഏട്ടൻ കേക്ക് പോയതിൻ്റെ വിഷമത്തിൽ ഫോണും എറിഞ്ഞ് പൊട്ടിച്ച്. അങ്ങനെ മൊത്തത്തിൽ നമ്മളെല്ലാവരും ഒന്ന് വിഷമിച്ച് നിൽക്കുക കേട്ടോ. കുഞ്ഞാവയാണെങ്കിൽ ആ കേക്ക് തിന്നതുമില്ല. ഈ ഒരു കേക്കായിരുന്നു പിന്നെ നമ്മൾ പെട്ടെന്ന് അനിയൻ പോയി കൊണ്ടുവന്ന ഈ ഒരു കേക്ക്. ഇത് പൊതുവെ എല്ലാവർക്കും ഇതുള്ള കണ്ട് മടുത്തയാണ്ട് എനിക്കിത് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അഡിസിൻ എടുത്തതായിരുന്നു. അങ്ങനെ നമ്മളുടെ കേക്ക് കട്ടിങ്ങൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ശുഭകരമായിട്ട് കഴിഞ്ഞു. പിന്നെ എല്ലാവരും ഗിഫ്റ്റൊക്കെ തരുന്നൊരിതിലായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും കുറേ പേര് ടെഡ്ഡി ബിയേഴ്സ് കൊണ്ടുവന്നു, കുറേ പേര് ഡ്രസ്സ് കൊണ്ടുവന്നു. പിന്നെ അവരെ കൊച്ചച്ഛൻ അയാൾക്ക് ബൈക്കാണ് മേടിച്ചു കൊടുത്തത്. ഇലക്ട്രിക്കിൻ്റെ ഒരു കുട്ടി ബൈക്കൊക്കെ മേടിച്ചു കൊടുത്തു. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ ശുഭകരമായിട്ട് കഴിഞ്ഞു. കേക്ക് പോയതിൻ്റെ ഒരു വിഷമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മുടെ പ്രകൃതി വാവയുടെ അടുത്ത ബർത്ത്ഡേ ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇതിവിടെയൊന്നും വെച്ചൊന്നും വേണ്ട, ഏതെങ്കിലും ഒരു ഓർഫനേജിൽ പോയി കേക്ക് കട്ട് ചെയ്യാമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യം ഞാൻ അത് പറഞ്ഞതാണ്. പക്ഷേ ഏട്ടൻ പറഞ്ഞു അതൊന്നും പറ്റത്തില്ല, അവരുടെ 1 വയസ്സ് ബർത്ത്ഡേ അല്ലേ, വീട്ടിൽ തന്നെ വേണമെന്ന് പറഞ്ഞ് അടുത്ത ബർത്ത്ഡേ നോക്കി ദൈവം സഹായിച്ച് എൻ്റെ ഒരു ആഗ്രഹം അതാണ്, ഏതെങ്കിലും ഓർഫനേജിൽ വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാം. അപ്പം നമ്മുടെ ബർത്ത്ഡേ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം.